വായന മരിക്കുന്നു എന്ന് വിലപിക്കുന്ന ആധുനിക കാലത്ത് പുസ്തകങ്ങളെ ജീവശ്വാസമായി കാണുന്ന ഒരു മനുഷ്യനുണ്ട് മലപ്പുറം വണ്ടൂരിൽ. ആരോഗ്യവകുപ്പിൽ നിന്നും വിരമിച്ച ശേഷം തന്റെ വീടും മുറ്റവും 7000-ലധികം പുസ്തകങ്ങൾ നിറഞ്ഞ ഒരറിവിന്റെ ലോകമാക്കി മാറ്റിയിരിക്കുകയാണ് തിരുവാലി സ്വദേശിയായ KG അനിൽകുമാർ. കോഴിപ്പറമ്പ് നീലാംബരി എന്ന വീടിന്റെ പടിവാതിൽ കടന്നാൽ നമ്മൾ എത്തപ്പെടുന്നത് പുസ്തകങ്ങളുടെ ഒരു മഹാസാമ്രാജ്യത്തിലേക്കാണ്. ആരോഗ്യവകുപ്പിൽ നിന്നും ഹെൽത്ത് സൂപ്രണ്ടായി വിരമിച്ച KG അനിൽകുമാറാണ് ഈ അക്ഷരലോകത്തിന്റെ കാവലാൾ. ഇദ്ദേഹത്തിന്റെ വായനാമുറിയിലും വീട്ടുമുറ്റത്തെ പ്രത്യേക കെട്ടിടത്തിലുമായുള്ളത് വെറും ശേഖരമല്ല, മറിച്ച് 7200-ലധികം പുസ്തകങ്ങളുടെ വിസ്മയ പ്രപഞ്ചമാണ്. ചെറുപ്പം മുതലേ വായന കൂട്ടിനുണ്ടായിരുന്ന അനിൽകുമാറിന് അച്ഛൻ പരേതനായ KM ഗോപാലകൃഷ്ണനും അമ്മ ഭാനുമതിയുമാണ് വായനയുടെ ലോകത്തേക്ക് വഴിവിളക്കായത്. 1988 മുതൽ തുടങ്ങിയ പുസ്തക ശേഖരം ജോലിയിൽ നിന്ന് വിരമിച്ചതോടെ കൂടുതൽ വിപുലമാക്കി. മാതൃഭൂമിയുടെ ഒട്ടുമിക്ക പ്രസിദ്ധീകരണങ്ങളും അവയുടെ ആദ്യ ലക്കം മുതൽ ഇവിടുത്തെ അലമാരകളിൽ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്. നിലവിൽ പുസ്തകങ്ങൾക്കായി പണിത കെട്ടിടത്തിന് പുറമെ പ്രസിദ്ധീകരണങ്ങൾ മറ്റൊരു ഷെഡിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇവയെല്ലാം കെട്ടിടത്തിന്റെ മുകൾ നിലയിലേക്ക് മാറ്റി കൂടുതൽ സൗകര്യപ്രദമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഇദ്ദേഹം. വായനയോടുള്ള താല്പര്യം എന്ന് പറഞ്ഞാൽ അത് ജനിക്കുമ്പോഴേ എനിക്ക് കിട്ടിയൊരിതാണ്. ഒന്ന് പാരമ്പര്യവും പിന്നെ സാഹചര്യവും രണ്ടും ആ കാര്യത്തിൽ എനിക്ക് അനുകൂലമായിരുന്നു. അപ്പം അതങ്ങനെ സ്ഥിരമായിട്ട് വായിച്ചുകൊണ്ട് വളർന്ന ഒരു ബാല്യമാണ്. അപ്പോൾ അങ്ങനെ പുസ്തകങ്ങൾ അച്ഛൻ വായിക്കാറുണ്ട്. എലിശല്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു സമയത്തായിരുന്നു. അപ്പോൾ ചെറിയ പെട്ടികളിൽ ഇങ്ങനെ അടുക്കി വെക്കലായിരുന്നു. അപ്പൊ നമുക്ക് വേണ്ട പുസ്തകം വേണ്ട സമയത്ത് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് ഇങ്ങനെ വിശാലമായിട്ട് വെക്കാം എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് പിന്നെ രണ്ടാമതൊരു ഷെഡ് പോലെ ഉണ്ടാക്കിയിട്ട്, അന്ന് ഞാൻ ഇത്രയും പുസ്തകങ്ങൾ ഉണ്ടാവുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. അപ്പൊ കുറച്ച് ലഭ്യമായ സ്ഥലത്ത് അങ്ങനെ ഷെൽഫ് അറേഞ്ച് ചെയ്തിട്ട് പിന്നെയാണ് വെക്കാൻ തുടങ്ങിയത്. കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് എടുക്കാൻ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇടയ്ക്ക് റെഫർ ചെയ്യണമെങ്കിലോ കൂടുതലും റെഫറൻസ് പുസ്തകങ്ങളുണ്ട്. അനിൽകുമാറിന്റെ ഈ അക്ഷരപ്രേമത്തിന് പൂർണ്ണ പിന്തുണയുമായി കുടുംബവും കൂടെയുണ്ട്. വണ്ടൂർ VMC സ്കൂളിലെ മലയാളം അധ്യാപികയായ ഭാര്യ R ശ്രീജയും അധ്യാപികയായ മകൾ അനുശ്രീയും MCA പൂർത്തിയാക്കിയ മകൻ ശ്രീകുമാറും ഈ വലിയ ലൈബ്രറിയുടെ പരിപാലനത്തിന് അനിൽകുമാറിനൊപ്പമുണ്ട്. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.